നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ ഈ ബന്ധം കൊണ്ട് മനസ്സിലാക്കേണ്ട, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശരിക്കും ഈ ഒരു എനർജിയുടെ ആ ഒരു സാഹചര്യം, നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജി വൈബ് എങ്ങനെയാണ്, ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള എനർജി എങ്ങനെയാണ് പോകുന്നത് എന്നുകൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്ന ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ ബന്ധത്തിൽ മാറ്റം വരണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ടൊരു എനർജി, ഒരു റിലേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ജീവിതം പോസിറ്റീവ് ആകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന, അനുഭവിക്കുന്നു എന്നതാണ് അഫർമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടി പവർഫുള്ളായിട്ട്, കുറച്ചും കൂടി സ്പീഡിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കണക്റ്റഡ് ആകുന്നു. കാരണം അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് കണക്റ്റഡ് ആകുന്നത് കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്ത് കാര്യമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സാധ്യമാവണമെങ്കിൽ നമ്മുടെ എനർജിയിൽ ചേഞ്ച് വരണം. നമ്മളിൽ വളരെ ശക്തമാകുന്ന ചേഞ്ചിങ് വരിക തന്നെ ചെയ്യണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റികൾ വ്യക്തികളോടോ ബന്ധങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഹീലാക്കി കളയണം, നമ്മളിൽ നിന്നും എടുത്ത് കളയുക. നമുക്ക് ആരോടും യാതൊരു രീതിയിലുള്ള നെഗറ്റിവിറ്റി ഇല്ലാത്ത വിധം എടുത്തു കളയുക. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളിൽ മാറ്റം വരും. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാനുള്ളത്, പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസനേറ്റ് ആകുന്ന, നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന, മുന്നോട്ടേക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു റിലേഷനിൽ നിങ്ങൾ വളരെ ശക്തമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു പോകാനോ, എന്നാൽ ആ ഒരു റിലേഷനിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു വല്ലാത്ത ഒരവസ്ഥയിലാണ്. ശരിക്കും ഒരു എന്താ പറയുക, നിങ്ങളൊരു ട്രാപ്പ് എനർജിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്കൊരു ഉത്സാഹം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഒരു രീതിയിൽ നിങ്ങൾക്ക് മാനസികപരമായിട്ടൊരു സമാധാനമോ സന്തോഷമോ ലഭിക്കാതെ എപ്പോഴും ഒരു പെയിൻ എനർജിയിലൂടെ, അതായത് ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളെ വല്ലാതെ തളർത്തിക്കളയുന്ന, നിങ്ങളുടെ എനർജിയെ ലോസാക്കി കളയുന്ന, നിങ്ങൾക്ക് വേദനകൾ മാത്രം നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം ബ്ലോക്കാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്നേഹമെന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം കൊടുത്ത് സങ്കടം വാങ്ങിയ ഒരു അവസ്ഥയായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ വളരെ ദൃഢതയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും നിങ്ങളെ മറന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും മറന്ന് നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വളരെ കെയർഫുള്ളായിട്ട് നിന്ന സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ എഫോർട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിരാശയാണ്. എപ്പോഴും വിരക്തിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. വാല്യൂ ഇല്ലാത്തൊരവസ്ഥയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കർമ്മ ബേസിൽ നിൽക്കുന്ന ഒന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മുൻ സമയങ്ങളിലോ മുൻ ജന്മങ്ങളിലോ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുള്ള ഒരു കർമ്മ ഹീലിംഗ് ആണ്. 7 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹീലിങ്ങിനുള്ള ഒരു ബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷനെ കാണുക തന്നെ ചെയ്യണം. ഈ ബന്ധത്തിൽ നിങ്ങൾ ഇത്രത്തോളം പെയിൻ അനുഭവിക്കാൻ കാരണം, ഈ ഒരു റിലേഷനിൽ ഇത്രത്തോളം നിങ്ങൾ ഡൗൺ ആയി നിൽക്കേണ്ടി വരുന്ന, നിങ്ങളുടെ എനർജി ലോസിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാരണം തേർഡ് പാർട്ടി പ്രസൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും
നിങ്ങളോടൊപ്പം തന്നെ ഈ ഒരു റിലേഷനിൽ മറ്റൊരു സിറ്റുവേഷൻസും ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പക്ഷേ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്കാൾ കൂടുതൽ ഫോക്കസിങ് ചെയ്യുന്നത് മറ്റൊരു സിറ്റുവേഷൻസിലാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വല്ലാത്ത ഒരു ട്രാപ്പ് എനർജി, സ്ട്രഗിൾ എനർജി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാക്കുക, നിങ്ങൾ ഇമോഷണൽ വീണ്ടെടുക്കുക, നിങ്ങൾ ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾ ഹീലിംഗ് ചെയ്യുക, റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നിങ്ങൾ എഴുതി 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 നിങ്ങളത് കത്തിച്ച് കളഞ്ഞ് നിങ്ങളുടെ മനസ്സിലുള്ള വേദനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ എഴുതുക. എഴുതിയിട്ട് അതിനെ കത്തിച്ച് കളയുക, അവരോട് സംസാരിക്കുന്നത് പോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് വരേണ്ട മാറ്റങ്ങൾ എന്താണോ അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ടും തീർച്ചയായിട്ടും എഴുതുക. നിങ്ങൾക്ക് ഹീലിംഗ് നടക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ശക്തമാകുന്ന ഹീലിംഗ് നടക്കണം. തിരിച്ചറിവ് വരണം. ഒരു പക്ഷേ പാസ്റ്റിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജിയാണ്, അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു ബന്ധത്തിലുണ്ട്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കറൻറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ലൊരു പ്രൊട്ടക്ഷനിൽ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു ഈ ഒരു റിലേഷനിലേക്ക് വരുന്നതിന് മുമ്പ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളോട് സ്നേഹവും ആരാധനയും തോന്നിയിട്ടുള്ള വ്യക്തികളുടെ വരെ എനർജി ഇതിനകത്തുണ്ട്. വല്ലാത്ത ഒരു ഹെൽത്തി സിറ്റുവേഷൻസിൽ വളരെ പോസിറ്റീവായുള്ളൊരു ബ്യൂട്ടിഫുൾ എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ആ സാഹചര്യത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണമെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പാസ്റ്റിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. ചില കാര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ചിലതെല്ലാം നിങ്ങൾ തിരിച്ചെടുക്കുക. പാസ്റ്റിൽ നിങ്ങളുടെ ആ ഒരു പവർഫുള്ളായ ബ്യൂട്ടിഫുള്ളായ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ നിങ്ങൾ തിരിച്ചു പിടിക്കണമെന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ ഇപ്പം നിങ്ങൾ കുറേ ആളുകളിൽ നിന്നും കുറേ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്ന, എവിടേക്കാണോ നിങ്ങൾക്ക് സ്ട്രെസ് ഫീലിംഗ് ചെയ്യുന്ന, നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്ന, നിങ്ങൾക്ക് സമാധാനമില്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളൊരു പ്രൊട്ടക്ഷൻ, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്നാണ് കാണാൻ സാധിക്കുന്നത്. വെല്ലുവിളികളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അത് ഈ ഒരു റിലേഷനെ മാത്രം ബേസ് ചെയ്തല്ല നിങ്ങൾക്ക് വെല്ലുവിളിയുള്ളത്. നിങ്ങളോട് മത്സരിക്കാൻ മൈൻഡ് സെറ്റോട് കൂടി നിങ്ങളെ തകർക്കണം, നിങ്ങൾ വീണു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എല്ലാം പ്രസൻസ് നിങ്ങളെ ടോട്ടലി ബാധിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ. നിങ്ങളെ ചുറ്റും എല്ലാ രീതിയിലും, അത് ഹെൽത്ത് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരെ, ഒരുപാട് വ്യക്തിബന്ധങ്ങൾ നിങ്ങൾക്ക് നേരെ ശത്രുഭാവത്തിൽ കറൻറ്റ്ലി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫയർ എനർജിയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ തീ ആവണമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ ശക്തമാകുന്ന മാറ്റം വരുത്തണം. നിങ്ങൾക്ക് സാധ്യമെന്ന് ചിന്തിക്കണം. അസാധ്യമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നും സാധ്യമെന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. പ്രൊട്ടക്റ്റഡ് ആവണം. അതായത് നിങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾ ഹൈഡ് ചെയ്യണം. ഒരു പക്ഷേ നിങ്ങൾ ചില ഇടങ്ങളിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ പറയാൻ ചെല്ലുന്നത് നിങ്ങൾ ഏറ്റവും വലിയ ശത്രുവിൻ്റെ അടുത്തേക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. കൂടാതെ തന്നെ നിങ്ങളോട് മത്സരിക്കാൻ, നിങ്ങളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ ഒരു വെല്ലുവിളി നിറഞ്ഞ അവസ്ഥയിലാണ്. നിങ്ങളിപ്പോൾ കറൻറ്റ്ലി കടന്നു പോകുന്നത് വെല്ലുവിളി നിറഞ്ഞ അവസ്ഥയാണ്. രാഹു, കേതു പ്രസൻസ് ഒക്കെ നിങ്ങളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്കൊരു എനർജി ബേസിൽ പറയുമ്പം നാഗദൈവങ്ങളെ മാക്സിമം പ്രീതിപ്പെടുത്താൻ പാകത്തിന്, അതായത് അവിടെ അമ്പലങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ ആയില്യ പൂജയൊക്കെ കഴിപ്പിക്കാനും അല്ലെങ്കിൽ അവിടെ നാഗദൈവങ്ങൾക്ക് നടയിൽ വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. കാരണം മാനസികപരമാകുന്ന ഒരു സ്ട്രെസ് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാൻ ഗീവർഗീസിനൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും മെഴുകുതിരി കൊളുത്തുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നതും ഒക്കെ വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് എനർജിയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ശക്തമായിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കാര്യങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു അവിടേക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം.
ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കണമെന്നാണ് കാണുന്നത്. സോഴ്സിൻ്റെ എനർജിയാണ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പെയിനാണ് ലഭിക്കാൻ സാധ്യത കൂടുതൽ. വേദനാജനകമാകുന്ന സാഹചര്യങ്ങളും ഡാർക്ക് സിറ്റുവേഷൻസ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുമാണ് ഈ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കേണ്ടതായിട്ട് വരുന്നു എന്ന് കാണുന്നത് കേട്ടോ. ശരിക്കും മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടിയും പവർഫുള്ളായ ഒരു മൈൻഡ് സെറ്റോട് കൂടിയും തന്നെ നിങ്ങൾ നിലനിൽക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു സെൽഫ് ഡിസിപ്ലിൻ വേണം, ഒരു തിരിച്ചറിവ് വേണം. ഇപ്പം നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നുള്ള ആ ഒരു കാര്യത്തെ നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം. ഒരു പക്ഷേ പലരും ഇതിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്, ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, ഒരു ഭയം നിറഞ്ഞ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട്, വളരെയധികം ഡിപ്രഷൻ എനർജിയിലേക്ക് മാറുന്ന സാഹചര്യം കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കേണ്ട സമയമാണ്. ഈ റിലേഷനിൽ കറന്റ്ലി നിങ്ങൾക്ക് പെയിൻ അല്ലാതെ നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താലും എത്രത്തോളം ഫോക്കസ് ചെയ്താലും നമുക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും ഒരു സന്തോഷകരമാകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കിടയിൽ ഡിഫറൻസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്. അത് മതപരമായിട്ടാവാം, മറ്റു വ്യക്തിബന്ധങ്ങൾ വെച്ചിട്ടാവാം, ആ വ്യക്തികളുടെ സാഹചര്യം വെച്ചിട്ടാവാം, നിങ്ങൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് സംഭവിച്ചതാവാം, തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുള്ളതാവാം. എന്താണെങ്കിലും പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പ്രതിസന്ധികൾ, വെല്ലുവിളികളെ നേരിടേണ്ടത് തന്നെയാണ്. ഈ ഒരു ജന്മം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന റിലേഷനുമാണ് ഈ ഒരു ബന്ധം. നിങ്ങൾ ഏത് റിലേഷനെ ആണെങ്കിലും കണക്ട് ചെയ്യുന്ന ബന്ധം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കർമ്മ ബേസിലാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. നിങ്ങളെക്കാൾ മൂല്യം കൽപ്പിക്കുന്ന, വാല്യൂ കൽപ്പിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. അവരെ സംബന്ധിച്ച് അവർ കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. ആരിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ശരിക്കും മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്ന സാഹചര്യമാണ് കേട്ടോ ഈ ഒരു ബന്ധത്തിൽ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻസിനെ റോങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫെയിലിയർ എനർജിയിലാണ് നിൽക്കുന്നത്. ഇതിലൊന്നും തന്നെ അവർ പോസിറ്റീവായിട്ട് കാണാതെ ഒരു നിരാശ എനർജിയിലാണ്, ഒരു നഷ്ടബോധത്തിലാണ് നിൽക്കുന്നത്. കൂടാതെ തന്നെ തിരിച്ചറിവിലേക്ക് വരണം അവർക്ക്. പക്ഷേ ഇപ്പോൾ ഇതൊരു എസ്കേപ്പിംഗ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളോടും ഈ ഒരു റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ ഏത് ബന്ധത്തിലാണോ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് ആ റിലേഷനിൽ നിന്ന് നിങ്ങളും തൽക്കാലത്തേക്ക് പുറത്ത് കടന്നേ പറ്റൂ എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇതൊരു ഫൈറ്റിംഗ് ടൈമിംഗ് ആണ്. ശരിക്കും രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ തയ്യാറാവാതെ സ്വയം ന്യായീകരിച്ച് നിൽക്കുന്ന ഒരു ടൈം പീരീഡായിട്ടാണ് നമുക്ക് ഈ ഒരു എനർജീനെ കാണാൻ സാധിക്കുന്നത്. എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയും ഈ ഒരു ബന്ധത്തെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് ഇതിൽ നിന്നും എസ്കേപ്പിംഗ്, പുറത്താവുക, ഓവർകം ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാൻ പറ്റുന്നില്ല എങ്കിൽ മറക്കണമെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തെ ഓവർകം ചെയ്യുക, ഹീലാവുക, കുറച്ചൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട്, പ്രശ്നങ്ങളില്ലാതെ, പ്രശ്നങ്ങളെ രൂക്ഷമാക്കാതെ ഒന്ന് മാറി നിൽക്കുക എന്നുകൂടി നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ വേറെ വ്യക്തി ബന്ധങ്ങളുടെ പ്രസൻസ് ഉണ്ട്. ഒരു പക്ഷേ പേരൻസ് ആവാം, അതല്ലെങ്കിൽ അവരോടൊപ്പം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന ഫ്രണ്ട്ഷിപ്പ് എനർജികളാവാം, അല്ലെങ്കിൽ അവർ മറ്റ് കേൾക്കുന്ന, അവർ മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളാവാം. എന്താണെങ്കിലും ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിൽ ഇത്രയും സ്ട്രഗിൾ ഉണ്ടാക്കാൻ കാരണം മറ്റൊരു സിറ്റുവേഷൻസിൻ്റെ എനർജികൾ കടന്നു വന്നതുകൊണ്ടും അവിടെ നിങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചോ ഫ്യൂച്ചർ ബ്ലോക്കേജ് വരുത്തിയത് കൊണ്ടും തന്നെയാണ്. അത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളാവാം, അതല്ലെങ്കിൽ മറ്റ് ചില ഹെൽത്ത് പരമാകുന്ന പ്രോബ്ലംസും ആവാം കേട്ടോ. അങ്ങനെയും ചെറിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഫോക്കസ്ഡ് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഇപ്പോഴും അവരുടെ കുറവുകളെ മറന്നു നിൽക്കുന്നു എന്നൊക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു എനർജിയിൽ നോക്കുമ്പോൾ അവർ ഫാമിലി ഓറിയൻറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ്. ഒരു ഫാമിലിക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നതിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും
അതിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടേതോ അവരുടേതാകുന്ന ഫാമിലികൾക്ക് വാല്യൂ കൊടുത്ത് നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല അവരുടേതാകുന്ന ആ ഒരു മെച്യൂരിറ്റി, അവരുടെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു ഗാർഡിയൻ എനർജിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണേണ്ട വ്യക്തികളാണെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻസും എല്ലാം ഇവരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഫാദർ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. ഒരു വിഡോ എനർജിയായ ഓൾഡ് ലേഡിയുടെ പ്രസൻസും ഈ ഒരു എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് പറയാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ഹൈഡ് എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളാവാം, അവരാവാം, അല്ലെങ്കിൽ ഹൈഡ് എനർജി എന്നത് നിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയാവാം, ഒരു ചീറ്റിംഗ് പ്രസൻസ് ഇതിനിടയിൽ നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ സെപ്പറേഷന് പ്രാധാന്യമുണ്ടായി എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എഫോർട്ട് എടുത്തിരുന്ന വ്യക്തിയുമാവാം കേട്ടോ. കുറച്ചൊക്കെ ഒരു എഫോർട്ടിങ് എനർജി ഇവർ ഈ ഒരു ബന്ധത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഓപ്പൺ മൈൻഡിലായിരുന്നു, മനസ്സ് തുറന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരത് വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ നിങ്ങളോട് ഈ ഒരു പേഴ്സണ് തുറന്നു പറയാനുണ്ട്. ഈ ബന്ധത്തിൽ നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ട്. പക്ഷെ അവർ വളരെ ഫാസ്റ്റായിട്ട് അത് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോടൊന്ന് പറഞ്ഞാലോ, നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റഡ് ആയാലോ, തെറ്റിദ്ധാരണകളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാലോ എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സമയത്തിൻ്റെ ചില പ്രശ്നങ്ങളായിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്തയും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ട്. പക്ഷേ അവിടെ ഒരു സ്റ്റക്ക് എനർജിയാണ് വരുന്നത്. എന്താണേലും ഫോർ ഓഫ് വൺസിൻ്റെ എനർജി ഉണ്ട്. തീർച്ചയായിട്ടും റിയൂണിയൻ പ്രസൻസ് ഈ ഒരു ബന്ധത്തിനകത്തുണ്ട്. നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആണ് എങ്കിൽ പോലും ഒരു സ്ട്രോങ് ആകുന്ന ഒരു എനർജി ഈ ഒരു റിലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ മനസ്സ് തുറന്ന ഹാപ്പിനെസ്, സന്തോഷം, സമാധാനം ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, പാസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്, ഇതെല്ലാം മാറി നല്ല ഒരു സാഹചര്യം, പുതിയ ഒരു സിറ്റുവേഷൻ, തുടക്കം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ലഭിക്കും. പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ടി വരും. സ്വയം നിങ്ങൾ ഹീലായാൽ മാത്രം നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേഷനിൽ ശക്തമാകുന്ന മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ശരിക്കും പിടിച്ചുണർത്തുന്നുണ്ട്. അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അവർക്കൊരു കാര്യങ്ങൾക്കൊന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിലും, അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ചെറിയ ബാഡ് സിറ്റുവേഷൻസുകൾ, കഴിഞ്ഞുപോയ ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷനുകൾക്കൊക്കെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, കാര്യങ്ങളൊക്കെ ഡിലേ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ആഴം, നിങ്ങളുടെ ആത്മാർത്ഥത എല്ലാം അവർ വളരെ ശക്തമായിട്ടും ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം നടപ്പിലാക്കണം, നീതി വേണമെന്നവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് ഫാമിലിയുടെ എല്ലാം സപ്പോർട്ടോടു കൂടി തന്നെ ഒരു ന്യൂ ബിഗിനിങ് എനർജി അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ഒരു സിംഗിൾ എനർജിയിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പം റിയൂണിയൻ മീൻസ് ഒരു മാര്യേജ് എനർജിയിലേക്ക്, ഒരു ഫ്യൂച്ചർ എനർജിയിലേക്കാണ് കാര്യങ്ങൾ പോകാൻ സാധ്യത കാണുന്നത്. തേർഡ് സിറ്റുവേഷൻസും ഇതിനകത്ത് അവസാനിക്കുന്ന തേർഡ് സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്തതെല്ലാം നിങ്ങളുടെ കർമ്മ ബേസിലാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തേർഡ് പാർട്ടി പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ വന്നതും നിങ്ങളുടെ വിധിയിൽപ്പെട്ട കാര്യം തന്നെയാണ്.
അപ്പോൾ അതെല്ലാം നിങ്ങളിൽ നിന്നും ചേഞ്ച് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഡബിൾ എനർജിയുടെ പ്രസൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത് വളരെയധികം അട്രാക്ഷനോട് കൂടിയായിരിക്കും, ഇഷ്ടത്തോടു കൂടി ആയിരിക്കും. അത് ഒരു പക്ഷേ നിങ്ങളോടുള്ള ചില നെഗറ്റീവ്, നിങ്ങളിൽ ബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും കേട്ടോ. ഇനി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരിക എന്നത്, നിങ്ങളോടൊപ്പം കണക്റ്റഡ് ആവുക എന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബന്ധനത്തിൽ നിലനിൽക്കുന്ന, അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ പറ്റാത്ത വിധം അവർ സ്റ്റക്കായിട്ട് നിങ്ങളിൽ തന്നെ നിൽക്കുമെന്നാണ് കാണുന്നത്. തടസ്സങ്ങളെല്ലാം അവസാനിക്കും കേട്ടോ. ഇതിനകത്ത് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതെല്ലാം സമാധാനപരമായിട്ട്, ചെറിയ രീതിയിൽ നിങ്ങളുമായിട്ട് റിയൂണിയൻ സംഭവിച്ചാലും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും മറ്റ് വ്യക്തികൾ ഇതിനകത്ത് ഇടപെടാൻ സാധ്യതയുണ്ടെങ്കിലും, ചെറിയൊരു ഹാർട്ട് ബ്രോക്കണൊക്കെ വന്നാൽ പോലും തീർച്ചയായിട്ടും അതുമെല്ലാം അവസാനിച്ചിട്ടൊരു സമാധാനം നിറഞ്ഞ, ഒരു സ്വസ്ഥത നിറഞ്ഞ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിക്കാൻ, ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും, നല്ലൊരു ഹീലിംഗ് പ്രോസസ്സിങ് നിങ്ങൾക്ക് നടത്താനും, നിങ്ങളെ ഒരു ശക്തമാകുന്ന, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിച്ചായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പവർഫുള്ളായ വ്യക്തിയായിത്തീരുന്നത്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് നല്ല ഒരു ചേഞ്ചിങ് പവർ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കേട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥയെല്ലാം മാറി മറിയും നല്ല ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലുണ്ട്. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവുക, നല്ല രീതിയിൽ നിങ്ങൾ ഹീലിംഗ് നടത്തുക കേട്ടോ. നിങ്ങളിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസിനെ, നെഗറ്റീവ് ചിന്തകളെയും ട്രോമാസ്, പെയിൻ എനർജികളെയെല്ലാം നിങ്ങൾ ഹീലാക്കി കളയുകയാണ് വേണ്ടത്.